പോലീസുകാർക്ക് പോലും പേടിയാണ്. ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. പോലീസാണെന്നുള്ള അധികാരത്തിന് ഹുങ്ക് വെച്ചിട്ട് ആൾക്കാരെ മർദ്ദിക്കുക അങ്ങ്. ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ അവരുടെ ജീവിതം തന്നെ നശിച്ചതാണ്. ഈ 4 ചെറുപ്പക്കാരുടെ ജീവിതം നശിച്ചതാണ്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അവനെ ഉപദ്രവിച്ച് കണ്ടപ്പോൾ എനിക്ക് തന്നെ വളരെയധികം മാനസികമായിട്ട് പ്രയാസമുണ്ടായി. ഇതാണ് ഈ 4 യുവാക്കൾ ചേർന്ന് നടത്തുന്ന റെസ്റ്റോറൻറ്റ്. അവരെ ഈ പ്രസ്ഥാനം നടത്താനായിട്ട് സമ്മതിക്കുന്നില്ല. പോലീസാണെന്നുള്ള അധികാരത്തിന് ഹുങ്ക് വെച്ചിട്ട് ആൾക്കാരെ മർദ്ദിക്കുക അങ്ങ്. പല കേസുകൾ ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. പല പ്രാവശ്യം സസ്പെൻഷൻ ആയിട്ടുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഇതുപോലൊരു സംഭവം ഉണ്ടായി. അവിടെ ഐസ്ക്രീം ഇറക്കാൻ വന്ന പത്തനംതിട്ട കണ്ണങ്കര ഒരു വ്യക്തി, ഡ്രൈവർ, കൊച്ചു പയ്യനാണ്. അവൻ വാനും കൊണ്ട് വന്ന് സാധനം ഇറക്കി കഴിഞ്ഞ് അവിടെ ബില്ല് കൊടുക്കാനായിട്ട് കയറിയ ഉടനെ പിന്നെ ഈ വാഹനം തടഞ്ഞു നിർത്തുകയും അവനെ പറഞ്ഞ് ഞാൻ ഇപ്പം വന്ന് മാറ്റിത്തരാമെന്ന് പറഞ്ഞ് വാഹനം പുറമോട്ട് എടുക്കുമ്പോൾ പുറയിൽ ആൾ വന്ന് നിന്ന്, ഈ വ്യക്തി അയൽവാസി വന്ന് നിന്ന് ആ വാഹനം തടയുകയും വാഹനം തടഞ്ഞിട്ട് ഇവനെ മർദ്ദിക്കുകയും ചെയ്തു. തീരെ പ്രായം കുറഞ്ഞ് 22 വയസ്സോളം ഉള്ള ഒരു നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അവനെ ഉപദ്രവിച്ച് കണ്ടപ്പോൾ എനിക്ക് തന്നെ വളരെയധികം മാനസികമായിട്ട് പ്രയാസമുണ്ടായി. അവനോട് പിന്നെ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ വളരെ പോലീസിലായതുകൊണ്ട് ഈ ആളിനെ അറിയാവുന്ന വ്യക്തിയാണ്. പോലീസുകാരനാണ് ചെയ്യുന്നത്. ഒരു പോലീസുകാരനാണ് ഇത് ചെയ്യുന്നത്. പിന്നെ പോലീസിലായതുകൊണ്ട് എനിക്ക് പേടിയാണ്. പിന്നെ എനിക്ക് കേസിന് വേണ്ടാന്ന് പറഞ്ഞു. പോലീസുകാരനും ഭാര്യയും കൂടെ ഇത് ചെയ്യുന്നത്. കുടുംബമായിട്ട് അവർ കുടുംബമായിട്ടാണ്. ആ CCTV ദൃശ്യം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അത് പല വാഹനങ്ങളെ വന്ന് തടഞ്ഞു നിർത്തി അവരെ പിന്നെ ചീത്ത വിളിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് വന്ന് അസഭ്യം പറയുന്നുണ്ട്. അത് ഞങ്ങളുടെ ഈ ബിസിനസ്സിനെ ബാധിക്കുകയും ഇതിനെ ഒത്തിരി ഞങ്ങൾക്ക് യാതൊരു വരുമാനമില്ല. കാരണം അവർ 10-50 ലക്ഷം രൂപ കൂടുതൽ അവർ മുടക്കിയിട്ടാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മുടക്കിയിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഇത് പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ എങ്ങും ഇല്ലാത്ത ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റ് 13.5 ലക്ഷം രൂപ മുടക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കളഞ്ഞിട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല അവർക്ക്. അവരിത് ഒരു കണക്കിൽ ഇങ്ങനെ പിടിച്ചു നിന്ന് കൊണ്ടുവന്നു. യുവാക്കൾ സമ്മതിക്കുന്നില്ല, റെസ്റ്റോറൻറ്റ് നടത്താൻ സമ്മതിക്കുന്നില്ല. 50 ലക്ഷം രൂപയുടെ അടുത്ത് മുടക്കിയിട്ടുള്ള വ്യക്തികളാണ്. അത് ലോണുമായിട്ടും കടമായിട്ടും എല്ലാം വാങ്ങിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം പിന്നെ ഈ ഇപ്പം പ്ലാന്റ് പണിത് 13.5 ലക്ഷം രൂപ കാനറ ബാങ്കിൽ നിന്ന് ലോണാണ്. അത് നേരത്തെ ലോണുണ്ട്. ഇത്രയും പൈസ മുടക്കി അവർ ഈ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ യുവാക്കളുടെ സ്ഥിതി എന്തായിരിക്കും? വരുന്നത് വണ്ടി നിർത്തിയിട്ടിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ കയറുന്ന പേടിച്ച. കാരണം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വണ്ടി ഈയിടെ തന്നെ 2-3 സിറ്റുവേഷൻ പോലീസുകാർക്ക് പോലും പേടിയാണ്. പോലീസ് വാൻ കൊണ്ടുവന്ന് നിർത്തി അവിടെ നിർത്തിയിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയ ഉടനെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഇത്ര നമ്പർ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഉടനെ മാറ്റി തരണമെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് അവർ മാറത്തില്ലയോ? ഇവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ആളുണ്ട്, ഡ്രൈവറുണ്ട്, അവർ ഞങ്ങൾ മാറ്റി കൊടുക്കും, അല്ലെങ്കിൽ മാറ്റി കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യും. അത് നിരന്തരം പരാതി കൊടുത്തുകൊണ്ടിരിക്കുക. വിവരാവകാശം വെച്ചിട്ടുള്ള പരാതി, പോലീസ് സ്റ്റേഷനിലുള്ള പരാതി, ഇങ്ങനെ നിരന്തരം നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് നടത്തത്തെ എങ്ങനെ അടച്ചു പൂട്ടണമെന്നുള്ള രീതിയിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 4 ചെറുപ്പക്കാർ ബാങ്കിൽ നിന്നും അല്ലാതെയും ലോൺ എടുത്തിട്ടാണ്. കാനറ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് ലോണ്, പിന്നെ ഇവരുടെ സ്വർണ്ണ പണയത്തിന്മേലാണ്. ഇങ്ങനെ പണം സംരംഭിച്ചാണ് ഇവർ ഈ പ്രസ്ഥാനം തുടങ്ങിയത്. 4 പേരുടെയും കുടുംബത്തിലെ മൊത്തം സ്വർണവും ബാങ്കിൽ വെച്ചിരിക്കുക. അത് ബാധ്യതകൾ ഒരുപാടുണ്ട് അവർക്ക്. ലക്ഷങ്ങളാണ്. ഇപ്പം 13.5 ലക്ഷം രൂപ കൊടുത്താണ് ടാങ്ക് പണിതിരിക്കുന്നത്. അതിനു മുമ്പേ ഏകദേശം 30-35 ലക്ഷം രൂപ ഇതിന് ഈ ബിൽഡിങ്ങിന്റെ റിനോവേഷന് വേണ്ടി അവർ ചെലവാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ അവരുടെ ജീവിതം തന്നെ നശിച്ചതാണ്. ഈ 4 ചെറുപ്പക്കാരുടെ ജീവിതം നശിച്ചതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതവും ദുരിതത്തിലാണ്. ഞങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല. ഇത് വേറെ ആർക്കും നമുക്ക് റെന്റിന് കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലുള്ള റിനോവേഷനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് അവർ നടത്തുന്ന സ്ഥാപനം. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്, റെസ്റ്റോറൻ്റാണ്. പിന്നെ അത് നമ്മുടെ റാന്നി ഗ്രാമപഞ്ചായത്ത് MLA മുതലായവർ അതിൽ നിന്ന് നമുക്ക് സർട്ടിഫിക്കേഷൻ തന്നിട്ടുമുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ നല്ലപോലെ നടത്തും. പക്ഷെ നമുക്ക് നടത്തിക്കൊണ്ട് പോകാനുള്ളൊരു സാവകാശമല്ല നമുക്കിവിടെ കിട്ടുന്നത്. ചുറ്റുപാടുള്ള ഒരു വ്യക്തി മാത്രം. ആ പയ്യന്മാർ ഇത്രയും രൂപ ലോൺ എടുത്തും കടം വാങ്ങിച്ചും ഒക്കെ ചെയ്തതാണ്. നിങ്ങളൊന്ന് നോക്ക്, ഇവിടെ എന്തെങ്കിലും ഒരു കുറവുണ്ടോയെന്ന്. ഇത്രയും വൃത്തിയുള്ളൊരു ഹോട്ടൽ ഈ ജില്ലയിൽ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് നോക്കാം. എന്തോത്തിൻ്റെ കുറവാണ് ഇവിടെ? ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. ഞങ്ങളെ ശല്യപ്പെടുത്താതെ ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ നമ്മളെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കരുത്. അത്രയും മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇത്രയും കുടുംബങ്ങളുടെ
ഇത്രയും കുടുംബങ്ങളുടെ അന്നമാണ് അവർ മുടക്കുന്നത്. ഈ യുവാക്കളെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുമോ? അവര് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടത്. അത് മാത്രമല്ല, ഇതിനകത്ത് പറയാനുള്ളത് 10-18 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. എത്ര കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു. ഡയറക്റ്റ് ആയിട്ട് 18 പേര് ജോലി ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് പേര് ഇതിന്റെ പിന്നിലുണ്ട്. ഒത്തിരി പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന നമ്മുടെ ഈ പഞ്ചായത്തില് എത്രയോ തൊഴിലില്ലാത്തവർക്ക് നമ്മൾ ജോലി കൊടുക്കുന്നു. നിങ്ങൾ അവരെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ. അവരെ വെറുതെ വിട്ടേരെ, അവരൊന്ന് ജീവിക്കട്ടെ. സർക്കാർ ഇതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഒരു അപേക്ഷയുണ്ട്.